നിന്റെ ദേശത്തെയും ബന്ധുക്കളെയും പിതൃഭവനത്തെയും വിട്ട് ഞാൻ കാണിച്ചു തരുന്ന നാട്ടിലേക്ക് പോവുക. ഞാൻ നിന്നെ വലിയൊരു ജനതയാക്കും. ഓടന്തോട് ഗ്രാമത്തിന്റെ നിറകയിൽ ഐശ്വര്യപൂർണമായി പ്രഭ ചൊരിയുന്ന കുരിശ്. ഗ്രാമാന്തരീക്ഷത്തിന്റെ ഹരിതഭംഗിയിൽ പുളകിതമാകുന്ന ഐശ്വര്യസമൃദ്ധിയുടെ ഈ നിർഗളിപ്പ് കരുണ ചൊരിയുന്ന ദൈവത്തിന്റെ വരദാനമാണെന്ന് ഇവർ വിശ്വസിക്കുന്നു. കാട് കയറി കാട്ടരുവി താണ്ടി ഇവർ ഉയർത്തിയ ജീവിത വിജയം ഇന്ന് ഇവരുടെ പെരുമയായി. ഈ ദേവാലയത്തിന്റെ തിരുമുറ്റത്തു നിന്നും ഇവർ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കുന്നു. പൂർവികർ കഠിന പരിശ്രമത്തിലൂടെ നേടിയ വിജയ വഴികളിൽ തങ്ങൾ പരിപാലിച്ചു പോന്ന ജീവിതചര്യ തങ്ങളുടെ അഭിമാനത്തിന്റെ നിറവാണെന്നും ഇത് തങ്ങളുടെ ആത്മീയതയുടെ പറുദീസയാണെന്നും പറയുന്നു. വിളവധികം, വേലക്കാരോ ചുരുക്കം. വിശുദ്ധ സാന്നിധ്യ സ്മരണയിൽ തങ്ങളെയും മുന്തിരിത്തോപ്പിലേക്ക് വേല ചെയ്യുവാൻ വിളിക്കണമേ എന്ന പ്രാർത്ഥനയുമായി ഈ കുരുന്നുകൾ. ഞങ്ങളൊരു 5 വീട്ടുകാർ. ഒന്ന് പാമ്പാടി കുഞ്ഞേപ്പേട്ടൻ എന്ന് പറയുന്ന ആൾ, ഇദ്ദേഹത്തിൻ്റെ അച്ഛൻ. 2 എൻ്റെ ജ്യേഷ്ഠൻ തോമസ്. 3 ഞാൻ, എൻ്റെ പേര് കുട്ടിയെന്നാണ് വിളിക്കുന്നത് സാധാരണ, ജോസഫ് എന്നാ പേര്. ഞങ്ങൾ ഓനെ, എൻ്റെ അനുജൻ കുര്യാക്കോസ്. 4 പിന്നെ പന്തിപ്ലാക്ക് കൊച്ചേട്ടൻ എന്ന് പറഞ്ഞാൽ പന്തിപ്ലാക്ക് വർക്ക് ചെയ്യുന്ന ഒരാളാണ് കൊച്ചേട്ടൻ ഞങ്ങൾ വിളിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ 4 പേര്. പിന്നെ ആദ്യത്തെ ഘട്ടത്തിൽ
തുണ്ടിയിലുള്ള ജേക്കബ് മോൺസെഞ്ഞോർ ജേക്കബ് പുത്താട്ടച്ചനെ ഞങ്ങൾ പോയി കണ്ടു. ഞങ്ങൾ ഈ 4 പേര് ഇടവക വേണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടപ്പം അത് പറയാൻ ഇപ്പം പറ്റില്ല, പിതാവിൻ്റെ അനുവാദം കൂടാതെ ഈ കാര്യം നടക്കില്ല എന്ന് പറഞ്ഞു. ഉടനെ ഞങ്ങൾ പിതാവിനെ പോയി കണ്ടു. വള്ളപ്പള്ളി പിതാവിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, നിങ്ങൾ 10 ഏക്കർ സ്ഥലം വേണമെന്ന് പറഞ്ഞു. ഞങ്ങൾ പരിശ്രമിച്ച് ഒരു 8 ഏക്കർ സ്ഥലം ഉണ്ടാക്കി. പിന്നെ വീണ്ടും ഞങ്ങൾ പിതാവിനെ പോയി കണ്ടു കഴിഞ്ഞപ്പോൾ ഈ പള്ളിക്ക് അനുവാദം തന്നു. 1966 തറക്കല്ലിടുന്നത്, ഈ പള്ളിക്ക് വേണ്ടി തറക്കല്ലിടുന്നത് 1966 ഡിസംബർ 1-ാം തീയതി. കൊറോണപ്പള്ളി വികാരിയായ ജേക്കബ് കുന്നപ്പള്ളിയാണ് തറക്കല്ലിട്ടത്. അതിനുശേഷം 1968 ഇത് വെഞ്ചരിക്കുന്നത്. ഇതിപ്പോൾ തലശ്ശേരി സെബാസ്റ്റ്യൻ വെള്ളപ്പള്ളിയാണ് നടത്തിയത്. 140 വീട്ടുകാരെ അന്നുണ്ടായിരുന്നുള്ളൂ. പള്ളി വന്നു, പള്ളിയിൽ സ്ഥിരം ഒരു വികാരിച്ചനായി കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്ക് എല്ലാത്തിനും ഒരു നേതൃത്വം തരാൻ ഒരാളായി. അന്നേരം അച്ഛൻ്റെ കീഴിൽ അച്ഛൻ്റെ അഭിപ്രായത്തോട് ചേർന്നുകൊണ്ട് ഇടവക്കാരെല്ലാം കൂടി ഒരു മനസ്സോടെ ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പ്രവർത്തിച്ചു. അങ്ങനെ ഞങ്ങൾ ഈ നാടിൻ്റെ അഭിവൃദ്ധിയിലേക്ക് വരികയത്. ആത്മീയ കാര്യങ്ങളിലാണെങ്കിലും ഭൗതിക കാര്യങ്ങളിലും എല്ലാത്തിലും ബഹുമാനപ്പെട്ട വികാരിച്ചന്മാരുടെ സേവനങ്ങൾ അച്ഛന്മാരുടെ അഭിപ്രായത്തിനോട് ചേർന്ന് ഇടവക്കാർ മുഴുവൻ ഒറ്റ മനസ്സോടെ, വേറൊരു അഭിപ്രായമില്ല. അവിടെ ഒരച്ഛൻ പറയും ഇന്ന് ചെയ്യണമെന്ന് പറഞ്ഞാൽ അത് ചെയ്തിരിക്കുന്നു. താളലയങ്ങളോടെ വേദി ഉണരുകയായി. കലാവിരുന്നുണ്ണുവാൻ സമയമായി. ഈശ്വര ചൈതന്യത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് രംഗപൂജ. ഈശ്വര ചൈതന്യമേ നമോ നമഃ. ഓം ഈശ്വര കാരുണ്യമേ നമോ നമഃ. ഈശ്വര മാഹാത്മ്യമേ നമോ നമഃ. നമോ 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 നമഃ. സസഗം മഗസ മഗസ നിദനി സനിദ സാനിദ മാ. ആദി മുതൽക്കേ ഊഴിയിൽ നിറയുന്ന ആദിമ ചൈതന്യ തേജോരൂപമേ. ആദി മുതൽക്കേ ഊഴിയിൽ നിറയുന്ന ആദിമ ചൈതന്യ തേജോരൂപമേ. ആനന്ദരൂപമേ സന്നിധിയിങ്കൽ അവനിയിലടിയങ്ങൾ പ്രണമിക്കുന്നു. മധുരിതമായൊരു കുളിരായെന്നും മനസ്സിൽ നിറയും മഹിതേശ്വരനെ. സഗസഗമാമഗമഗമദാദ മദമദനീനി ധനി ധനി സാസ. സ്വർണവർണ്ണ മാരി തൂകി സപ്തവർണ്ണ ശോഭയോടെ അംഗവർണ്ണ കാന്തിയോടെ പ്രപഞ്ചം നിന്നെ പ്രണമിക്കുന്നു.
ഉഷസിൽ ഉണർത്തുവാൻ കളകൂജനമായി ഉണർവിൻ ഗാനങ്ങൾ ആലപിപ്പവനേ. ഉഷസിൽ ഉണർത്തുവാൻ കളകൂജനമായി ഉണർവിൻ ഗാനങ്ങൾ ആലപിപ്പവനേ. ഉണർന്നെഴുന്നേറ്റി പ്രപഞ്ചമൊന്നാകെ ഉലകിൻ നാഥനെ പ്രണമിപ്പൂ. ഉണർന്നെഴുന്നേറ്റി പ്രപഞ്ചമൊന്നാകെ ഉലകിൻ നാഥനെ പ്രണമിപ്പൂ. മധ്യാഹ്നത്തിൽ തണലു വിരിക്കും മേഘമേലാപ്പായി നിറയുന്നവനെ. മധ്യാഹ്നത്തിൽ തണലു വിരിക്കും മേഘമേലാപ്പായി നിറയുന്നവനെ. വേനൽ ചൂടിൽ വാടാതെന്നും തരുശിഖരത്തിൻ തണലായവനെ. ചൂടിൽ വാടാതെന്നും തരുശിഖരത്തിൻ തണലായവനേ. സായന്തനത്തിൽ സൂര്യപ്രഭയിൽ സന്തോഷമേകി ചിന്തയകറ്റി വിശ്രമത്തിൻ ദിവ്യ നേരമൊരുക്കുവാൻ രാത്രിയും നിദ്രയും അയപ്പവനേ. വിശ്രമത്തിൻ ദിവ്യ നേരമൊരുക്കുവാൻ രാത്രിയും നിദ്രയും അയപ്പവനേ. ഓടന്തോട് സെൻറ്റ് സെബാസ്റ്റ്യൻസ് പള്ളിയുടെ
അജപാലന സമിതി അംഗങ്ങളാണ് ഞങ്ങൾ. ഇടവകയുടെ സർവ്വതോന്മുഖമായ പുരോഗതിക്ക് വേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുന്നു. 15 വാർഡുകളാണ് ഈ ഇടവകയിലുള്ളത്. ഓരോ വാർഡിൽ നിന്നും 3 പ്രതിനിധികൾ വീതം 45 പേരും മറ്റ് ഭക്തസംഘടനകളിൽ നിന്നും സൺഡേ സ്കൂളിൽ നിന്നുമൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾ അടങ്ങിയതാണ് ഈ അജപാലന സമിതി. ബഹുമാനപ്പെട്ട വികാരിയച്ഛനോടൊപ്പം ഞങ്ങൾ ആത്മീയവും ഭൗതികവുമായ ഇടവകയുടെ പുരോഗതിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. ഞങ്ങളുടെ എല്ലാ അശ്രാന്ത പരിശ്രമത്തിൻ്റെ ഫലമായിട്ട് അതിരൂപതയിലെ, പ്രത്യേകിച്ച് പേരാവൂർ ഫൊറോനയിലെ ഏറ്റവും നല്ല ഇടവകയായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചു വരുന്നു. അതിനൊരു ഉദാഹരണമാണ് ഞങ്ങളുടെ സൺഡേ സ്കൂള് കഴിഞ്ഞ 25 വർഷത്തോളമായിട്ട് 1-2 സ്ഥാനങ്ങൾ മേഖലയിൽ കരസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ പ്രദേശത്തിൻ്റെ സാമൂഹികവും സാംസ്കാരികവുമായ എല്ലാ ഉന്നമനത്തിനായിട്ട് ഞങ്ങൾ തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്നു. ബഹുമാനപ്പെട്ട വികാരിയച്ഛൻ്റെ നിർദ്ദേശാനുസരണം എല്ലാ മേഖലയിലും ഞങ്ങൾ സുദീർഘമായ സേവനമാണ് അനുഷ്ഠിക്കുന്നത്. ഞങ്ങളുടെ തിരുനാളുകൾ നന്നായിട്ട് നടത്തുവാൻ ഞങ്ങൾക്ക് സാധിക്കുന്നുണ്ട്. എല്ലാവരും ആത്മീയവും ഭൗതികവുമായ മേഖലകളിൽ നന്നായിട്ട് ഉണർന്നു പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലം ഈ ഇടവകയിൽ കാണാനുമുണ്ട്. സർവം സൃഷ്ടിച്ച പ്രപഞ്ചനാഥന് സമർപ്പിതമീ ജന്മം. ഗാനാലാപന മികവോടെ
അറിവിൻ കതിരൊളി നിറവിൽ നൽകണേ അനുപമ ജ്യോതിസേ പരമ്പൊരുളേ. ഈശോ ചൊല്ലും സമ്രായന്റെ ഈ കഥ കാതാൽ കേൾപ്പിൻ. ധർമ്മിണിക്ക് മുത്തം നൽകി മക്കളോടും യാത്ര ചൊല്ലി. ഈശോയുടെ കൈകളിലെ കളിപ്പന്താണ് ഞാൻ. അതിനാൽ ഈശോയ്ക്ക് ഇഷ്ടമുള്ള പോലെ ആ പന്തിനെ എറിയുകയോ കല്ലേറ്റ് ലാലിക്കുകയോ ചെയ്യാമല്ലോ.